Hi students, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്ട്രക്ടർ എന്താണെന്ന് പഠിക്കാം. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കൺസ്ട്രക്ടേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഡിസ്ട്രക്ടർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് അവർ കൺസ്ട്രക്ടർ, ഡിസ്ട്രക്ടർ is a special member function of a class. Okay, and is used for destroy or delete the object of class. Objectനെ destroy ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ആണ് ഡിസ്ട്രക്ടർ. കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാം. ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻസ് ആണ് കൺസ്ട്രക്ടേഴ്സ്. ഡിഫറെന്റ് ടൈപ്പിൽ ഉണ്ടായിരുന്നു, ഡിഫോൾട്ട്, പാരാമീറ്ററൈസ്ഡ്, കോപ്പി, കൺസ്ട്രക്ടർ, അങ്ങനെയൊക്കെ. പക്ഷേ ഡിസ്ട്രക്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ട്രോയ് ഒബ്ജക്റ്റ്. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിനെ ഒക്കെ കില്ല് ചെയ്യണം, ഡിസ്ട്രോയ് ചെയ്യണം. അതിനാണ് ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഒരു മെമ്പർ ഫംഗ്ഷൻ കൺസ്ട്രക്ടർ ആവാൻ വേണ്ടി എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഡിസ്ട്രക്ടറുടെ കേസിലും ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂൾ, ഒരു പെർട്ടിക്കുലർ സ്പെഷ്യൽ മെമ്പർ ഫംഗ്ഷൻ ഡിസ്ട്രക്ടർ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ the name of destructor should begin with a tilde sign and must match with the class name. കൺസ്ട്രക്ടറിന്റെ കേസിലും നമ്മുടെ കൺസ്ട്രക്ടർ മെമ്പർ ഫംഗ്ഷന്റെ നെയിം ക്ലാസിന്റെ നെയിം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രക്ടറിന്റെ നെയിമും ക്ലാസ് നെയിം തന്നെ ആയിരിക്കണം. പിന്നെ എന്താണ് ഡിസ്ട്രക്ടറും കൺസ്ട്രക്ടറും തമ്മിലുള്ള ഡിഫറൻസ്? ഡിസ്ട്രക്ടർ ആണെങ്കിൽ ക്ലാസ് നെയിം യൂസ് ചെയ്തിട്ട് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നെയിമിന് മുന്നിലായിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സൈൻ, ഇതിനെയാണ് ടിൽഡ് സൈൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ കീബോർഡിനകത്ത് ടാബ് കീയുടെ മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ടിൽഡ് സൈൻ യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്ലാസിന്റെ നെയിം നമ്മൾ ഫംഗ്ഷൻ നെയിം ആയിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഡിസ്ട്രക്ടറിനെ പ്രോഗ്രാമിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. There cannot be more than one destructor in a class. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടിട്ടുള്ളത് മൾട്ടിപ്പിൾ കൺസ്ട്രക്ടേഴ്സിന്റെ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ അകത്ത് നമുക്ക് എത്ര കൺസ്ട്രക്ടർ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം, അല്ലെ? ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ഉണ്ട്, കോപ്പി കൺസ്ട്രക്ടർ ഉണ്ട്. മോർ ദാൻ വൺ കൺസ്ട്രക്ടേഴ്സ് ഇൻ എ സിംഗിൾ പ്രോഗ്രാം പോസിബിൾ ആയിരുന്നു. പക്ഷെ ഡിസ്ട്രക്ടറിന്റെ കേസിൽ ഇത് പോസിബിൾ അല്ല. ഒരു സിംഗിൾ ഡിസ്ട്രക്ടർ മാത്രമേ നമുക്കൊരു പ്രോഗ്രാമിനകത്ത് ഡിഫൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡിസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഏത് ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും അതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഒരു സിംഗിൾ ഡിസ്ട്രക്ടറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അത് കോപ്പി കൺസ്ട്രക്ടർ ബേസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്ത ഒബ്ജക്റ്റ് ആണെങ്കിലും, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ബേസ് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത ഒബ്ജക്റ്റ് ആണെങ്കിലും, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്ത ഒബ്ജക്റ്റ് ആണെങ്കിലും, ഏത് ടൈപ്പിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ എല്ലാം കൂടെ നമുക്കൊരു സിംഗിൾ ഡിസ്ട്രക്ടറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. Okay, unlike constructor that can have parameters, destructors do not allow any parameter. ഡിസ്ട്രക്ടറിന്റെ കേസിൽ നമ്മൾ പാരാമീറ്റർ ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ കൺസ്ട്രക്ടറിന്റെ കേസിൽ എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ ടൈപ്പ് കൺസ്ട്രക്ടർ നമുക്ക് ഉണ്ടായിരുന്നു, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ. അതെന്താണ്? നമ്മുടെ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാല്യൂ എന്താണോ അത് നമുക്ക് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, പക്ഷെ ഡിസ്ട്രക്ടർ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴും നമ്മൾ പെർട്ടിക്കുലർ പാരാമീറ്റേഴ്സ്, വാല്യൂസ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സോ ഡിസ്ട്രക്ടറുടെ കേസിൽ പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ അലോ ചെയ്യുന്നതായിരിക്കില്ല. ഓക്കെ, they do not have any return type. ഇത് നമ്മുടെ കൺസ്ട്രക്ടറിന്റെ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. റിട്ടേൺ ടൈപ്പ് ഒന്നും സ്പെസിഫൈ ചെയ്യാൻ പാടില്ല, നോട്ട് ഈവൻ വോയിഡ്. ഓക്കെ, ഒരു റിട്ടേൺ ടൈപ്പും കൺസ്ട്രക്ടറിന്റെ കേസിലാണെങ്കിലും ഡിസ്ട്രക്ടറിന്റെ കേസിലാണെങ്കിലും സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ഡിസ്ട്രക്ടറിന്റെ കേസിലാണെങ്കിൽ പാരാമീറ്ററും സ്പെസിഫൈ ചെയ്യാൻ പാടില്ല.
When you do not specify any destructor in a class, compiler generate a default destructor. നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്ട്രക്ടർ, നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിലൊക്കെ ഡിസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. എങ്കിലും നമ്മുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കേസിൽ ഡിസ്ട്രക്ടർ മെമ്പർ ഫംഗ്ഷൻ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കമ്പൈലർ ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനെയും ഡിസ്ട്രോയ് ചെയ്യും ബൈ ഡിഫോൾട്ട്. പ്രോഗ്രാമിനകത്ത് നമ്മൾ ഡിസ്ട്രക്ടറിനെ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ കമ്പൈലർ ഡിഫോൾട്ട് ആയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനലി അതുവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, സോ ഡിസ്ട്രോയ് ചെയ്യാന്ന് പറയുന്നു. ആക്ച്വലി എന്താണ് ഒബ്ജക്ട് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്ട് ഡിലീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്ട് ഇനീഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? ഒരു ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്തായിരുന്നു നടന്നത്? മെമ്മറിക്കകത്തോട്ട് കൺട്രോൾ പാസ് ചെയ്യുന്നു. ക്ലാസ്സിന് ഏതൊക്കെ ഡാറ്റ മെമ്പേഴ്സ് ആണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് നമ്മുടെ സിസ്റ്റം മെമ്മറിക്കകത്ത് സ്പേസ് അലോട്ട് ചെയ്യുന്നു. അതിന് ഡാറ്റ മെമ്പർ നെയിം ലാബിൽ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഏത് വാല്യൂ യൂസ് ചെയ്തിട്ട് ഇനീഷ്യലൈസ് ചെയ്യണോ ആ വാല്യൂ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഒബ്ജക്ട് ഇനീഷ്യലൈസേഷന്റെ കേസിൽ നടന്നത്. അതായത് കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് നമ്മൾ മെമ്മറിക്കകത്ത് അലോട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ മെമ്പർ സ്പേസിൽ പ്രോപ്പർ ആയിട്ട് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുന്നു. അപ്പൊ ഡിസ്ട്രക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ മെമ്മറിക്കകത്ത് ഡിഫറെന്റ് ഒബ്ജക്റ്റിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസ് ഒക്കെ ഫ്രീ ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമും മെമ്മറിയും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നല്ലോ. ലാബിൽ യൂസ് ചെയ്തിട്ട് പെർട്ടിക്കുലർ സ്പേസ് ഫോർ ഡിഫറെന്റ് ഒബ്ജക്റ്റ് അലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ലിങ്ക് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. സോ ഇനി നമ്മുടെ പ്രോഗ്രാമും സിസ്റ്റം മെമ്മറിയും തമ്മിൽ കണക്ഷൻ ഇല്ല. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാണ്. സോ ഇനി നമ്മുടെ സിസ്റ്റം മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ് ഒന്നും ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് മെമ്മറിനെ ഫ്രീ ചെയ്യാം. വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് ആവശ്യമുണ്ടെങ്കിൽ ആ സ്പേസിനെ യൂസ് ചെയ്യാം. സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി അലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പേസിനെ, മെമ്മറി സ്പേസിനെ റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ സ്പേസ് ഫ്രീ ആവുകയാണ്. ഇനി അതിനെ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും. ആ സ്പേസ് അവിടെ വേറെ എന്ത് വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്. മെമ്മറിയിൽ അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസ് അതിനെ ഫ്രീ ആക്കുന്നു, റിലീസ് ചെയ്യുന്നു. പ്രോഗ്രാമും നമ്മുടെ മെമ്മറിയിൽ ഉള്ള അലോക്കേഷനും തമ്മിലുള്ള കണക്ഷനെ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, സെയിം പ്രീവിയസ് എക്സാമ്പിൾ ക്ലാസ് ഡെമോ. ഇതിൻ്റെ അകത്ത് ഞാനൊരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുണ്ട്, ഡെമോ. ദെൻ ഇവിടെ ഈ യെല്ലോ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കോഡ് എന്താണ്? നമ്മുടെ ഡിസ്ട്രക്ടർ ആണ്. ടിൽഡ് സൈൻ, ദെൻ ഫംഗ്ഷൻ നെയിം, ദ സെയിം നെയിം ഓഫ് ക്ലാസ്. പാരാന്തസിസിനകത്ത് പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യാൻ പാടില്ല. ദെൻ നമ്മുടെ ഡിസ്ട്രക്ടർ ബോഡി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്ക് ഡിസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിംപ്ലി ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ സെയിം പ്രീവിയസ് ഗെറ്റ് ഡീറ്റെയിൽസ്, പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഇനി പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കുമ്പോൾ എന്താണ് വരുന്നതെന്ന് നോക്കാം. സോ മെയിനകത്ത് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാണ്? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇനീഷ്യലൈസേഷൻ യൂസിങ് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, സോ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു നടക്കുന്നത്? ഒബ്ജക്റ്റ് ക്രിയേഷൻ, ദെൻ ഇനീഷ്യലൈസേഷൻ, റൈറ്റ്? സോ എന്ത് ചെയ്യും? ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ മെമ്മറിക്കകത്തോട്ട് പാസ് ചെയ്യും. ദെൻ നമ്മുടെ ക്ലാസിന്റെ ഡാറ്റ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? an integer a, another integer b. So for a and b മെമ്മറിക്കകത്ത് സ്പേസ് ഇന്റിജർ ആയതുകൊണ്ട് തന്നെ 4 bytes for a and another 4 bytes for b അലോട്ട് ചെയ്യുന്നു. സോ ഈ സ്പേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് d ഒബ്ജക്റ്റിന്റെ
A ഡാറ്റ മെമ്പറിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. ഇത് D ഒബ്ജക്റ്റിന്റെ B ഡാറ്റ മെമ്പറിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. ഓക്കെ, സോ ഇവിടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാമിൽ. സോ ഒബ്ജക്ട് സ്പേസ് മെമ്മറിക്കകത്ത് അലോട്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ നമ്മുടെ കൺസ്ട്രക്ടറിനകത്തേക്ക് പാസ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ദീസ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എക്ക് കറസ്പോണ്ടിങ് 0 പ്ലേസ് ചെയ്യുന്നു, ഇവിടെ ബിക്ക് കറസ്പോണ്ടിങ് 0 പ്ലേസ് ചെയ്യുന്നു. റൈറ്റ്, ദെൻ നമുക്കിതിനെ പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചുമ്മാ ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. സോ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ഓട്ടോമാറ്റിക് നെക്സ്റ്റ് ലൈനിലോട്ട് വരും. അഗെയിൻ it is a function calling and calling put details function. So എന്ത് ചെയ്യും, കൺട്രോൾ ഇവിടത്തോട്ട് പാസ് ചെയ്യും. Then d dot put details ആണ്. d ഒബ്ജക്റ്റിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് put details ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ സ്ക്രീനിനകത്ത്. ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്, വാല്യൂ ഓഫ് a, d ഒബ്ജക്റ്റിന്റെ a വാല്യൂ, that is 0. Then again value of b, d ഒബ്ജക്റ്റിന്റെ b വാല്യൂ again 0 ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് എനിക്ക് നോക്കാം. നെക്സ്റ്റ് ഇനി ഞാൻ ഇവിടെ കൂടുതൽ ഫങ്ഷൻസ് ഒന്നും തന്നെ കോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഡിസ്ട്രക്ടറിനെ കോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നോർമലി എപ്പോഴാണോ മെയിനിന്റെ ടെർമിനേഷൻ, അതായത് മെയിൻ ഫംഗ്ഷന്റെ ക്ലോസിംഗ് ബ്രേസിലോട്ട് കൺട്രോൾ എത്തുന്നത്, ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ ഒന്നും തന്നെ റിമൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇല്ല നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓട്ടോമാറ്റിക് ആയി കൺട്രോൾ എങ്ങോട്ടാണ് വരുന്നത്, ടെർമിനേഷൻ ഓഫ് മെയിൻ. ദിസ് ഇൻഡിക്കേറ്റ് ദ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, സോ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആവുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഡിസ്ട്രക്ടർ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിവിടെ കൺസ്ട്രക്ടറിനെ ഒക്കെ കോൾ ചെയ്ത പോലെ, അല്ലെങ്കിൽ പുട്ട് ഡീറ്റെയിൽസിനെ കോൾ ചെയ്തതുപോലെ ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട, ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട കാര്യമില്ല. ടെർമിനേഷൻ എത്തുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഈ ഒരു ലൈൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്തുകൊണ്ടാ, നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഡിസ്ട്രക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് മാത്രമല്ല നടക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ കില്ല് ചെയ്യണം, ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യണം. ഡിസ്ട്രോയ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസിനെ റിലീസ് ചെയ്യണം. സോ നമ്മുടെ മെമ്മറി സ്പേസിലുള്ള കണക്ഷൻ, ഇവിടെയുള്ള വാല്യൂ ആക്ച്വലി റിലീസ് ചെയ്യുന്നു എന്നല്ല, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന d.a എന്നുള്ള ലാബൽ അതിനി എക്സിസ്റ്റ് ചെയ്യില്ല. d.b എന്നുള്ള ലാബൽ അതും ഇനി എക്സിസ്റ്റ് ചെയ്യില്ല. സോ പ്രോഗ്രാമിന്റെ വേണ്ടി നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് സ്പേസ് അത് റിലീസ് ചെയ്യാണ്. സോ ഇപ്പോൾ ഈ മെമ്മറി സ്പേസ് ഒക്കെ വേറെ ഏത് പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതൊന്നും നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ അലോട്ടഡ് അല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നു. മെമ്മറി നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി അലോട്ട് ചെയ്ത് വെച്ച സ്പേസിനെ ഫ്രീ ചെയ്യാണ്. അതാണ് ഒബ്ജക്റ്റ് ഡിസ്ട്രക്ഷൻ. സോ സെയിം എക്സാമ്പിൾ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും എന്താണ്, അറ്റ് ദ എൻഡ് ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്ത് അലോട്ട് ചെയ്തിട്ടുള്ള മെമ്മറി സ്പേസിനൊക്കെ റിലീസ് ചെയ്യും. മെയിനിനകത്ത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ f.putDetails പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ്. 10ഉം 100ഉം ആണ് ഇവിടെ a and b ഇനീഷ്യലൈസേഷന് യൂസ് ചെയ്യുന്ന വാല്യൂസ്. ദെൻ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ എന്താണ് നടക്കുക, 10 and 100 ഡിസ്പ്ലേ ചെയ്യുന്നു. ദെൻ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഡിസ്ട്രക്ടർ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് ഡിസ്ട്രക്ടർ ഈസ് കോൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഡിസ്ട്രക്ടർ ഈസ് കോൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ചുമ്മാ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക മാത്രമല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എഫ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസ് ഒക്കെ
റിലീസ് ചെയ്യുകയും ചെയ്യും. അത് നമുക്കിനി വേറെ ഏതെങ്കിലും പ്രോഗ്രാം എക്സിക്യൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ആ സ്പേസ്. ഇവിടെ നമുക്ക് പുതിയ ഏത് വാല്യൂ വേണമെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഓൾറെഡി ഈ എഫ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് ഒക്കെ അവിടെ ഗാർബേജ് വാല്യൂ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ ഇനി. ഓക്കെ, ആ വാല്യൂനെ നമുക്ക് ഫർദർ എഫ് ഡോട്ട് ബി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്ത ആ ഒരു ലൊക്കേഷനിലുള്ള വാല്യൂവിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇനിയില്ല. എന്തുകൊണ്ടാ? ഒബ്ജക്റ്റിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്തു. അവിടെയുള്ള ലിങ്ക് പ്രോഗ്രാമിൽ നിന്ന് ആ ഒരു ലൊക്കേഷനിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലിങ്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. സോ അത് സ്പേസ് റിലീസായി, മെമ്മറി സ്പേസ് റിലീസായി. അവിടെയുള്ള വാല്യൂസിനെ ഒന്നും നമുക്ക് ഇനി ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇപ്പോഴും നോക്കുക, ഇത് ഡിസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കേ, അപ്പോഴെന്തെങ്കിലും എറർ വരുമോ? ഇല്ല. ഡിസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കമ്പയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കൺസിഡർ ചെയ്യും. അപ്പോഴാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് എൻഡ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റിനെ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നോക്കുക. ഞാനിവിടെ കമന്റ് ചെയ്യാണ്. മോർ ദാൻ വൺ ലൈൻ നമുക്ക് അറ്റ് എ ടൈം കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? /*. ദെൻ ഇതുവരെയാണ് നമുക്ക് കമന്റ് ചെയ്യേണ്ടത്. സോ എവിടം വരെയാണോ കമന്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ */. ഓക്കെ, എനിക്ക് ഈ ഒരു ലൈനും കമന്റ് ചെയ്യണമായിരുന്നെങ്കിൽ */. ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, */* വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നത് */. ഇത്രയും പോർഷൻ ഇവിടെ ഡിസാബിൾഡ് ആണ് ഇപ്പോഴും. ഓക്കെ, ഇനി ഒരു സിംഗിൾ ലൈൻ മാത്രം കമന്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യണമെന്നില്ല. 2 കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് നടക്കുക? ഓൾറെഡി ഇനീഷ്യലൈസ് ചെയ്യുന്നു, പുട്ട് ഡീറ്റെയിൽസ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് വാല്യൂസ്, ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോഴും നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഡിഫൈൻ ചെയ്ത ഡിസ്ട്രക്ടർ ഡിസാബിൾഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാത്തത്. ബട്ട് എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഡിസ്ട്രക്ടർ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഡിസ്ട്രക്ടർ ബൈ ഡിഫോൾട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിന് ഇവിടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ബിൽഡ് മീൻസ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പൈലർ ഓട്ടോമാറ്റിക് ഇവിടെ ഒരു കൺസ്ട്രക്ടർ ബോഡി, മെമ്മറി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോഡി എക്സിക്യൂട്ട് ചെയ്യും പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ f.a, f.b അതുപോലെയുള്ള സ്പേസ് ഒക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് പ്രോഗ്രാം ടെർമിനേറ്റ് ആയത്. ഓക്കെ, സോ ഇതാണ് ഡിസ്ട്രക്ടർ. താങ്ക് യു.